ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ മന്തിയാണ് കേട്ടോ. അത് നമ്മൾ ഇതുപോലെ ചാക്സണിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചാക്സണിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മന്തിക്ക് വേണ്ട അരി ഒന്ന് കുതിർത്തെടുക്കണം. ഞാനിവിടെ 1 കിലോയുടെ മന്തി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബസുമതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അരി ഒന്ന് നന്നായിട്ട് തന്നെ വൃത്തിയായി കഴുകി എടുത്ത ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഏകദേശം അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു അരി കുതിർത്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് വേഗത്തിൽ അത് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ അരി നന്നായി കഴുകി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് മന്തിക്ക് വേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കിലോൻ്റെ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കൻ നല്ല പോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിത് ബിരിയാണി പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൽ വെച്ചിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ പീസിലൊക്കെ ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അതിൽ മസാല പിടിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 8ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോന് 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളിയും ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും അതേപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ 2 ടീസ്പൂണാട്ടോ ചേർക്കുന്നത്. പച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എരിവൊക്കെ മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണ് പാകം നോക്കിയിട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുരുമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിനയില, അതുപോലെ തന്നെ മല്ലിയില. നമുക്ക് പുതിന ഇലയാണ് കുറച്ച് കൂടുതലായിട്ട് വേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ മല്ലിയില നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒട്ടും വെള്ളമില്ലാതെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി, സുറുക്ക അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് നാരങ്ങാ നീര് വേണമെങ്കിൽ ഒരു നാരങ്ങയുടെ മുഴുവനായിട്ടും നീര് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 പീസ് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. മാഗി ക്യൂബിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ മസാല അടിച്ചെടുത്ത ശേഷം ഈ ഒരു ചിക്കനിലേക്ക് ഈ മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ആ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലാക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലാക്സ് നമുക്കിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിലിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാതും കൂടെ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ ആ ചില്ലി ഫ്ലാക്സും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോഴാണ് ഈ മസാലയൊക്കെ നല്ലപോലെ ഈ ചിക്കനിൽ പിടിക്കുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. ഇപ്പോൾ ഇതൊന്ന് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നേരെ ഞാൻ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് മുഴുവനായിട്ട് ആ മസാലയൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലുള്ള ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്ന വരെ നന്നായിട്ട് നമ്മളിത് ചിക്കൻ വേവിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ചിക്കൻ വെന്ത് ആ ഗ്രേവിയൊക്കെ നല്ല പോലെ തന്നെ തിക്കായി വരണം. അപ്പോൾ ഇനി ഇത് അടച്ചു കൊടുക്കുക. ചിക്കൻ നല്ല പോലെ തന്നെ വെന്ത് വരട്ടെ. ഇനി നമുക്കൊന്ന് അരി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ അരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാണോ നിങ്ങളുടെ ചാക്സൻ്റെ ചട്ടി, നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി എടുക്കുന്ന ചാക്സൺ ചട്ടി, അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വലിയ ജീരകവും പട്ട, ബേ ലീഫ്, ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഉണക്ക നാരങ്ങയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മുറി നാരങ്ങയുടെ നീരുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതാ ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ കുറുകി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ആ ചിക്കനിലെ മസാലകളൊക്കെ നന്നായിട്ട് തന്നെ തിളച്ചിവിടെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് ഇതിലത്തെ കുഴമ്പ് പോലുള്ളത് എടുത്ത് മാറ്റണം കേട്ടോ. നമുക്കത് ചിക്കൻ ദം ഇടുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചിവിടെ എടുത്ത് മാറ്റുന്നുണ്ട്.
ഗ്രേവിയൊക്കെ എടുത്ത് മാറ്റിയ ശേഷം ചിക്കനിനി നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന രീതിയിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചോറിന് വെച്ച് കൊടുത്ത വെള്ളം നല്ല പോലെ തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുതിർത്ത് വെച്ച അരി മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചല്ലോ. അപ്പോൾ ഇനി അരി വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല നാടൻ തേനാണ് കേട്ടോ. നമ്മൾ കാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു നാടൻ തേനാണ്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേന് മൊത്തത്തിലൊന്ന് ചിക്കൻ്റെ മുകളിലായിട്ടൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലാക്സ് നിങ്ങൾക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഹണി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ഒരുപാട് നേരം സ്റ്റൗ ഓൺ ചെയ്ത് വെക്കരുത് കേട്ടോ. അത് കരിഞ്ഞ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഹണിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ ഹണി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ്. ഈ ഒരു ചിക്കൻ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. ഇപ്പോൾ ഇതാ ചോറ് നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അരി ഒരു 3/4 വേവ് കേട്ടോ, അത്രയാണ് പാടുള്ളൂ. ഒരുപാട് വെന്ത് പോകരുത്. അപ്പോൾ നമ്മളിങ്ങനെ അരി എടുത്ത് നോക്കിയിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതങ്ങനെ ഒരു മുറിഞ്ഞ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറ് പാകമായി എന്നാണ്. പിന്നെ നമ്മൾ വേഗം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചോറ് ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ചോറ് ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഇതാ ചോറ്റത്തെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടില്ല, നല്ല പോലെ തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ചോറ് നന്നായിട്ട് വെന്തുടയാൻ വേണ്ടി പാടില്ല. നമ്മളിത് ദമ്മും കൂടെ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അങ്ങനെ ഇതിന്ന് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ചാക്സനത്തെ പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ദമ്മിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഒരു കുഴമ്പുണ്ടല്ലോ, അതും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആദ്യം കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് ഇതാ നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ മുഴുവനായിട്ട് ഇടാതെ കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് അങ്ങനെ ഫ്രൈ ആയ രീതിയിൽ കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ചിക്കനും മസാലയൊക്കെ മൊത്തത്തിൽ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു കുഴമ്പും ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. കുഴിമന്തി ഉണ്ടാക്കാനായിട്ട് ഇനി കുക്കറും കുഴിയൊന്നും വേണ്ട കേട്ടോ. ചാക്സണിലാണെങ്കിൽ എളുപ്പം ചെയ്തെടുക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്തെടുത്തത്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കണം. മസാലകളൊക്കെ ആണെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് എളുപ്പത്തിൽ അങ്ങോട്ട് ചിക്കനിൽ പരട്ടി വെക്കുക. പിന്നെ നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത് ഇതുപോലെ ചാക്സണിൽ അങ്ങോട്ട് ദമ്മിടുക. അത്രയേ ഉള്ളൂ കേട്ടോ പണി. അപ്പോൾ അതാ നമ്മൾ ബാക്കിയുള്ള ചോറും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് മൊത്തത്തിൽ ഇപ്പോൾ ചോറും ഇറച്ചിയൊക്കെ നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ ദമ്മിടാൻ പോകുമ്പോൾ ഈ ഒരു സംഭവം മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ലേശം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് അരിപ്പയിൽ ഒഴിച്ചു കൊടുത്ത് ആ ഒരു വെള്ളമാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ലേശം വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ ഫുഡ് കളറൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ ഫുഡ് കളർ അധികം ചേർക്കാറില്ല. ചേർക്കണമെങ്കിൽ തന്നെ ഈ ഒരു മല്ലിയിലയും പുതിനയിലയും അരച്ചിട്ടുള്ള ആ ഒരു പച്ച കളർ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളിനി കനലും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതിന് ദമ്മിടാൻ വേണ്ടി പോകുകയാണ്. അതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പുകയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ടൈറ്റായിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മളൊരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പുകയും കനലും ഒക്കെ നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് മൊത്തത്തിൽ കുറച്ച് വലിയ പാത്രത്തിലേക്ക് കൊട്ടിയിട്ടൊന്ന് വിളമ്പിയെടുക്കണമെങ്കിൽ വിളമ്പിയെടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് വിളമ്പാൻ കിട്ടില്ല. പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ഒക്കെ ഒന്ന് ഉടനെ പോലെ ആവും. അപ്പോൾ ഒന്ന് ആയി വട്ടമുള്ള കുറച്ച് പാത്രത്തിൽ കൊട്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.